Good morning. Good morning, ma'am. Good morning, ma'am. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാ എടുത്തു നിർത്തിയത് ക്വാളിറ്റി മാനേജ്മെന്റ്? എവിടെ വരെ എടുത്തു നിർത്തിയേ? പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി പറഞ്ഞില്ലേ? ഹെൽത്ത് കെയർ മാനേജർ വരെ. ഓക്കെ, അപ്പൊ അത് മൂന്നും കംപ്ലീറ്റ് ആയിരുന്നു അല്ലെ? പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റിയിൽ നമ്മൾ പേഷ്യൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഒരു ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ആൻഡ് ദ ഹെൽത്ത് കെയർ മാനേജറുടെ പെർസ്പെക്റ്റീവ് എന്താണ്, അത് മൂന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വരുന്നത് അക്രഡിറ്റേഷൻ. അല്ലെ, നിങ്ങൾ പഠിച്ചതല്ലേ നാബുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഒരു അക്രഡിറ്റേഷൻ? നാബു പഠിച്ചതല്ലേ? എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്രൂവൽ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കണം അല്ലെ, ഒരു ഔദ്യോഗിക അംഗീകാരം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് നാബ് മാത്രമല്ല മറ്റൊരു JC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കൂടി, രണ്ട് ഓർഗനൈസേഷനാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. ആ രണ്ട് ഭാഗത്തേക്കും, രണ്ടിടത്തിന്റെയും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അക്രഡിറ്റേഷൻ എന്താണ്? ആ ഒരു അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ എൻറ്റിറ്റി. എന്താണ് ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? ഇതൊരു സ്ഥാപനമാണ് അല്ലെ. ഇപ്പൊ നാബ് ആണെങ്കിലും JC ആണെങ്കിലും മുതലായ നമുക്ക് പഠിക്കാനുള്ള ഓരോ ഓർഗനൈസേഷൻസും ഒരു സ്ഥാപനമാണ് അല്ലെ. ആൻഡ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നോർമലി നോൺ ഗവൺമെന്റൽ. ഇനി ഇതെന്താ പറയുന്നത്? ഇത് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെ, അതുപോലത്തെ ഒരു സ്ഥാപനമല്ല അല്ലെ, അതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക തരമുള്ള ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആണ്. അതെങ്ങനെയായിരിക്കും? നോർമലി നോൺ ഗവൺമെന്റൽ ആയിരിക്കും. നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള എന്താണ്, നമ്മുടെ സാധാരണ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേക തരമായിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് നമ്മൾ ഒരു അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അക്രഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു സ്ഥാപനത്തിന് ഒരു ഔദ്യോഗിക അംഗീകാരം കൊടുക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നു. അത് എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു അംഗീകാരം കൊടുക്കുന്നത്? എന്തിന്റെ ബേസിസിലാണ് നമ്മൾ കൊടുക്കുന്നത്? വെറുതെ അങ്ങ് കൊടുക്കുവാണോ? വെറുതെ ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ കൊടുക്കോ? എന്തിന്റെ ബേസിസിലാ കൊടുക്കുന്നത്? അവരുടെ ക്വാളിറ്റി അല്ലെ, അവർ കൊടുക്കുന്ന ആ ഒരു കെയറിന് അല്ലെ, വെരി ഗുഡ് പെർഫോമൻസ് അല്ലെ, ക്വാളിറ്റിയും അതിന്റെ പെർഫോമൻസിനനുസരിച്ച് അല്ലെ, അവർ കുറെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കും അല്ലെ, മാനദണ്ഡങ്ങൾ കൊടുക്കും. ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് അവർക്ക് അംഗീകാരം നൽകുന്നത് അല്ലെ. അതാണ് നമ്മൾ നാബ് പഠിച്ചപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും അല്ലെ കാര്യങ്ങള്. നോക്കി, നെക്സ്റ്റ് ഒരു 3 പോയിന്റും നമ്മൾ ഈ ഒരു അക്രഡിറ്റേഷൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. നോക്കി, അസസ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ to decide if it meets a set of needs, that is standards, plan to improve the safety and quality of care. എന്താ? പേഷ്യൻസിന് കൊടുക്കുന്ന അല്ലെ ആ ഒരു രോഗി പരിചരണത്തിന്റെ സേഫ്റ്റി, സുരക്ഷ അല്ലെ, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് കെയർ, കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയിലുള്ള ആ ഒരു കെയറിന്റെ ഗുണനിലവാരം, പരിചരണത്തിന്റെ ഗുണനിലവാരമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് അല്ലെ. അവിടെ കൊടുക്കുന്ന ആ ഒരു കെയറിന്റെ ക്വാളിറ്റി, സേഫ്റ്റി മുതലായ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് ഇവരുടെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം മാനദണ്ഡങ്ങള് ഇവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഈ ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനം ഏതാണോ അവർ എന്ത് ചെയ്യും? ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? ആ ഒരു കൂട്ടം മാനദണ്ഡങ്ങള് കൃത്യമായിട്ട് ഈ സ്ഥാപനം പാലിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്?
ഒരു ഹോസ്പിറ്റല്, നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കും, ഒരു ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റലില് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടണമെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം, വളരെ സേഫ് ആയിട്ടായിരിക്കണം എല്ലാ പ്രൊസീജിയേഴ്സും അല്ലെ. അവരുടെ സേഫ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് സേഫ്റ്റി നിലനിർത്തണം, അതുപോലെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി ആ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ. ആ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ ആ ഹോസ്പിറ്റൽ ശരിയായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ഇവർക്ക് അറിയാൻ പറ്റും? എങ്ങനെ ഇവരറിയുന്നേ? അവർ ആ ഒരു സ്ഥാപനത്തെ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം അല്ലെ, വിലയിരുത്തണം അല്ലെ. ആ ഒരു ആരോഗ്യ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, ആ ഒരു ആരോഗ്യ പരിചരണ സ്ഥാപനത്തെ ഇവരെന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ എന്താ, അവരെ വിലയിരുത്താനായിട്ട് അവിടെ എന്ത് ചെയ്യണം? പരിശോധനകൾ നടത്തണം, വേണ്ടേ? അപ്പൊ അങ്ങനെ പരിശോധനകൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന അക്രഡിറ്റേഷൻ ഏജൻസികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവരെപ്പോഴും അവർ ആ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് കൃത്യമായി പാലിച്ചുകൊണ്ട് അവിടെ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയുള്ള കെയർ ആണ് കൊടുക്കുന്നത്. നല്ല പേഷ്യന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ നിറവേറ്റുന്നുണ്ടോ, ആ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ ഇവർ ശരിയായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്, വിശകലനം ചെയ്തതിന് ശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്? അംഗീകാരം കൊടുക്കുന്നത്. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? Then second point നോക്കിയേ, accreditation is usually voluntary. accreditation എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാധാരണ എന്താണ്? സ്വമേധയാ ഉള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരാളുടെയും ആരുടെയും പ്രേരണയോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ ഒന്നും കൂടാതെ, അങ്ങനെയുള്ള ഒരു റെക്കമെൻഡേഷനിലോ അല്ലെങ്കിൽ പ്രേരണയിലോ ഒന്നും കിട്ടുന്ന ഒരു സാധനമല്ല ഈ അംഗീകാരം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? സാധാരണ യൂഷ്വലി എന്താ, നമ്മുടെ വോളണ്ടറി ആയിട്ട് സ്വമേധയാ കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സും നല്ല ക്വാളിറ്റിയിലുള്ള കെയറും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥാപനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് കിട്ടും? ഒരു അംഗീകാരം ലഭിക്കുന്നതാണ്. Then last point നോക്കിയേ, it has gained worldwide attention as an effective quality assessment and management tool. എന്താ? ഒരു ഫലപ്രദമായിട്ടുള്ള effective quality management ആ പറഞ്ഞത്. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ക്വാളിറ്റി അസസ്മെന്റ് അല്ലെ, ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തണം അല്ലെ, ഒരു ഫലപ്രദമായ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിൽ ഈ അക്രഡിറ്റേഷൻ എന്താ, ഒരു വേൾഡ് വൈഡ് അറ്റൻഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. എന്താ? ഒരു ലോകമെമ്പാടും ഒരു ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന് നല്ലൊരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടി എന്ന് പറയുമ്പോൾ അത് ലോകമെമ്പാടും ശ്രദ്ധ നേടുന്ന ഒരു കാര്യമല്ലേ അല്ലെ. നമുക്ക് എപ്പോഴും എന്താണ്, ഒരു ക്രെഡിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ കൂട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് അവിടെ പറയുന്നത് ലോകമെമ്പാടും അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി, അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ സ്ഥാപനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? നല്ല രീതിയിലുള്ള ഒരു സേഫ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കെയർ ആണ് അവിടെ കൊടുക്കുന്നതെന്ന് പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു ലോകമെമ്പാടും ഒരു ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ ആണോ? ആ ഒരു 3 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. Then next നമ്മൾ നോക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. എന്താണ് ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ നോക്കിയേ. ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണ്? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. എന്താ? പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക അല്ലെ. നമ്മളാണെങ്കിലും ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അവിടെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ആ ഒരു പബ്ലിക്കിന് എങ്ങനെയായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള വിശ്വാസം കൂടില്ലേ? നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ. കാരണം എന്താണ്? നമുക്കറിയാം, അവർക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളെല്ലാം അവിടെ പാലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇതുവഴി നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടി എന്നത് കൊണ്ട് നമുക്ക് എന്താണ്, പൊതുജനങ്ങൾക്ക് ആ ഒരു സ്ഥാപനത്തോടുള്ള ഒരു വിശ്വാസം അല്ലെ, അത് മെച്ചപ്പെടുത്താൻ ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. ഇനി എന്താ, അവിടെയുള്ള ജീവനക്കാർക്കാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും വളരെ സുരക്ഷിതവും കാര്യക്ഷമവുമായിട്ടുള്ളൊരു വർക്ക് എൻവയോൺമെന്റ്, തൊഴിലന്തരീക്ഷം പ്രദാനം ചെയ്യാൻ സാധിക്കും.
അല്ലെ? അപ്പൊ അവിടെ നല്ല സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അല്ലെ ആ ഒരു മാനദണ്ഡ സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്നതാണ് സേഫ്റ്റിയും. അപ്പൊ നല്ല സേഫ്റ്റി ഉറപ്പാക്കുന്നത് കൊണ്ട് തന്നെ ആ ഇവിടെ വരുന്ന ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാർക്കും വളരെ സുരക്ഷിതമായിട്ടും കാര്യക്ഷമമായിട്ടും തൊഴിൽ പ്രധാനം അല്ലെങ്കിൽ തൊഴിൽ അന്തരീക്ഷം നല്ല സേഫ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രദാനം ചെയ്യുന്നുണ്ട്. സ്റ്റാഫുകൾക്ക് മാത്രമല്ല അവിടുത്തെ വരുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് തന്നെയാണ് അങ്ങനെ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് നൽകുക. 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. ഓക്കെ ആണോ? Clear. Then third point നോക്കിയേ, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. എന്താ? പേയ്മെന്റ് സ്രോതസ്സുമായി ചർച്ചകൾ നടത്തുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സാധാരണ ഹോസ്പിറ്റൽ, ഒരു അക്രഡിറ്റേഷൻ ഒന്നും കിട്ടാത്ത ഒരു സ്ഥാപനം, അതുപോലെ തന്നെ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനം, അത് തമ്മിൽ കുറച്ച് വ്യത്യാസമില്ലേ? ഇല്ലേ? അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ, അവരുടെ ആ ഒരു പ്രശസ്തി മുതലായവയൊക്കെ കൂടും അല്ലെ? ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്നറിയുമ്പോ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു കൂട്ടരുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലും അക്രഡിറ്റഡ് ആയ ഹോസ്പിറ്റലും തമ്മിൽ ചർച്ച ചെയ്യുമെന്താ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. കാരണം എന്താ? ഇവർക്ക് കുറച്ചും കൂടി ഇവരുടേതായ കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. എന്തുകൊണ്ടാണ്? അവർ അക്രഡിറ്റേഷൻ കിട്ടിയ ആളുകളാണ് അല്ലെ? അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു വെയിറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? നല്ല നല്ല കരാറുകളിലും ചർച്ചകളിലും ഒക്കെ ഏർപ്പെട്ട് നല്ല നല്ല കരാറുകളിൽ അവർക്ക് ഏർപ്പെടാനായിട്ട് സാധിക്കും. അതാണ് അവിടെ നെഗോഷിയേറ്റ് വിത്ത് സോഴ്സസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ആ പേയ്മെന്റ് സ്രോതസ്സുകളുമായിട്ട് അല്ലെ അവരുമായിട്ട് നല്ല രീതിയിലുള്ള കരാറ് ബന്ധങ്ങൾ വയ്ക്കുന്ന ആളുകളുമായിട്ട് ഈ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അതിൻ്റെതായ പ്രയോജനങ്ങൾ കിട്ടുകയും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്തി നല്ല നല്ല എന്താണ് ഉയർന്ന നിലവാരമുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള കരാറുകൾ സ്ഥാപിക്കാനായിട്ട് ഈ അക്രഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ലിസൺ ടു പേഷ്യൻസ് ആൻഡ് their families, respect their rights and involve them in the care process as partners. ഇനി എന്താ? ആർക്കൊക്കെ നല്ല ശ്രദ്ധ കൊടുക്കേണ്ടത് ആർക്കാ? വരുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലികൾക്കും അല്ലെ? പേഷ്യൻസിന് മാത്രമല്ല അവരുടെ കൂടെ വരുന്ന ഫാമിലിയുമായിട്ട് അവർക്കും നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാൻ പറ്റും. ആൻഡ് റെസ്പെക്ട് ദിയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ എന്താണോ അതിനെ ബഹുമാനിക്കണം അല്ലെ? വരുന്ന ഓരോരുത്തരുടെയും അവകാശങ്ങൾ, പേഷ്യൻസിന്റെ റൈറ്റ്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് മാനിക്കുക. അതുപോലെ ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ഓഫ് പാർട്ട്നേഴ്സ്. എന്താ? പരിചരണ പ്രവർത്തനങ്ങളിൽ പരിചരണ പ്രക്രിയയിൽ ഇവരെ കൂടി എന്ത് ചെയ്യുക? പങ്കാളികളാക്കുക അല്ലെ? നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ ചില പേഷ്യൻസിന് എങ്ങനെയായിരിക്കും? അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത ഉള്ള ആളുകളാണ് അവരെ പരിചരിക്കാൻ നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി അത് ഫലപ്രദമാകും അല്ലെ? ആണോ? ഇപ്പൊ കുട്ടികളുടെ കേസ് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ? നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വെക്കുന്നതിലുപരി അവരുടേതായ ഏറ്റവും അടുത്ത ആളുകൾ, ഇപ്പൊ കുഞ്ഞു കുട്ടികളെയൊക്കെ അങ്ങനെയല്ലേ നമ്മള് ഹോസ്പിറ്റലിൽ വെക്കുന്നത് അല്ലെ? ഹോസ്പിറ്റലിൽ അവർ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇവരുടെ അടുത്ത് എപ്പോഴും അവിടുത്തെ ജീവനക്കാരെയാണോ നിർത്താതെ ആ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത ആളുകളെയാണോ നിർത്താറ്? ആരെയാണ് കൂടുതലും അവർക്ക് പരിചരണത്തിന് വേണ്ടി നിർത്താറ്? ആരെയാണ്? കുഞ്ഞിക്കുട്ടികളൊക്കെ ആണെങ്കിൽ ആരെ നിർത്താ? അവരുടെ അമ്മയെ തന്നെയാണ് അല്ലെ? അല്ലെങ്കിൽ അവരുടെ അമ്മയല്ല എങ്കിൽ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ ആരാണോ അവരെയാണ് നിർത്തുക. അത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു ട്രീറ്റ്മെന്റ് ഏറ്റവും ഫലപ്രദമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അവരുടെ പ്രസൻസ് ഉള്ളപ്പോ എന്താണ്? അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിലാണ് അല്ലെ ഒരു ട്രീറ്റ്മെന്റിലാണെന്ന് അവരെ തോന്നാത്ത വിധത്തിൽ പെട്ടെന്ന് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെയുള്ള നല്ല രീതിയിലുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പങ്കാളികളാക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു പരിചരണം കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ ആണെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളെ മാനിക്കണം, റെസ്പെക്ട് ചെയ്യാൻ, ബഹുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെയും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കെയർ പ്രൊസീജിയേഴ്സിൽ എന്താണ് പരിചരണ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ കൂടി സഹായിക്കും. നെക്സ്റ്റ് പറയുന്നത് ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. ഇനി എന്താ? പഠന വിധേയമാകുന്നതിന് വേണ്ടി നല്ലൊരു തുറന്ന സംസ്കാരം എന്ത് ചെയ്യുക? സൃഷ്ടിക്കുക. നിങ്ങള് പബ്ലിക് റിലേഷൻസ് പഠിച്ചോ? ചാപ്റ്റർ
പബ്ലിക് റിലേഷൻസ് പഠിച്ചോ? എന്താണ് ഇത് റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നേ? എടുത്തിരുന്നോ? സ്റ്റാർട്ട് ചെയ്തോ ആ ചാപ്റ്റർ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ നമ്മള് ഓപ്പൺ ഡേ ഹൗസ് ഒക്കെ പഠിച്ചോ? ഓപ്പൺ ഡേ ഹൗസ് പഠിപ്പിച്ചിരുന്നോ ടീച്ചർ? അവിടെ വരെ എത്തിയോ? ഇല്ല. ഓക്കെ, എന്താണ് ഒരു ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞാല്? നമ്മുടെ സ്കൂളുകളിൽ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറില്ലേ? ഇല്ലേ? സ്കൂളുകളിൽ നമ്മുടെ അമ്മമാരായിട്ടുള്ളവരില്ലേ ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറില്ലേ? ഓക്കെ, എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്പൺ ഡേ ഹൗസ് സ്കൂളുകളിൽ നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കാറില്ലേ? ഉണ്ട്. എന്തിനു വേണ്ടിയാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പൺ ഡേ കൊടുക്കുന്നത്? സ്കൂളിലേക്ക് പാരന്റ്സിന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡേ കൊടുക്കും. കുട്ടികളുടെ പഠനം എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് അവരെടുക്കുന്നത്, അല്ലെ? അവിടുത്തെ ടീച്ചേഴ്സ് ആരൊക്കെയാണ്, സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമുക്ക് നേരിൽ കണ്ടു ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളോട് ചെല്ലാൻ പറയുന്നത്, അല്ലെ? നമുക്ക് ആ ഒരു സ്കൂളിനെ പറ്റി കൂടുതൽ അറിയാനും, അതെ, ഫേസ് ടു ഫേസ് ആണ് നമ്മൾ അവിടെ എന്താണ് നേരിൽ കണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അതുപോലെ തന്നെ മുൻപ് കാലങ്ങളെക്കാൾ അപേക്ഷിച്ച് ഇപ്പോ ഹോസ്പിറ്റലുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നുണ്ട്. അത് എന്ത് വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിൽ നോർമൽ ആയിട്ടുള്ള നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെ? ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെയൊന്നും ബാധിക്കാത്ത വിധത്തിൽ ഇവർ എന്ത് ചെയ്യും, ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നല്ല നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെങ്കിൽ അത് ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അപ്പൊ അവിടെ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവുക, ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ പബ്ലിക്കിനോട്? അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോ, അല്ലെ? അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷനും നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു റിലേഷൻഷിപ്പും ആ ഒരു സ്ഥാപനവുമായിട്ട് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നത്. അപ്പൊ അതുപോലെയുള്ള പ്രോഗ്രാംസ് നമ്മളിങ്ങനെ ഒരു അക്രഡിറ്റേഷൻ ആയിട്ടുള്ള സ്ഥാപനമാവുമ്പോ അവിടെ ഇതുപോലെയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം നടക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? മറ്റുള്ളവർ അറിയണം, അല്ലെ? മറ്റുള്ളവർ അറിയണം. അതുപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും അതിന് പഠന വിധേയമാക്കാനും അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം? അത് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി എന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു തുറന്ന സംസ്കാരം. മുൻപ് നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ലായിരുന്നു. മുൻപ് നമ്മൾ എങ്ങനെയാ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് നമ്മൾ കഴിച്ചോ? നമുക്ക് എവിടെയാണോ പോവേണ്ടത് അവിടെ പോയി കണ്ട് നമ്മൾ തിരിച്ചു പോരാണ് ചെയ്യാറ്, അല്ലെ? പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെല്ലാം അവരിങ്ങനെയുള്ള പ്രോഗ്രാംസുകളിലൂടെ നല്ല പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നേരിട്ട് കണ്ടത് ബോധ്യപ്പെടാനുള്ള ഒരു അവസരമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു തുറന്ന പഠനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പഠന വിധേയമായിട്ട് ഇനി ഒരു തുറന്ന സംസ്കാരം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആ ഒരു പോയിന്റ് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. Then last നോക്കിയേ, establish collaborative leadership and continuous leadership. എന്താ ഒരു collaborative leadership എന്ന് പറഞ്ഞാൽ? ഒരു സഹകരണ നേതൃത്വം, അല്ലെ? അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആയിട്ട് നിന്നുകൊണ്ട് അവർ എന്ത് ചെയ്യണം? നല്ല ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്ന് പറയുമ്പോൾ നല്ല സർവീസ് കൊടുക്കണമെങ്കിൽ എപ്പോഴും അവിടുത്തെ ജീവനക്കാർ ഒരു ടീം വർക്ക് ആയിട്ട് നിന്ന് എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും ലീഡ് ചെയ്ത്, അല്ലെ? നേതൃത്വം കൊടുത്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു സഹകരണ നേതൃത്വമായിട്ട് സഹകരണ മനോഭാവത്തോട് കൂടി നിന്ന് ഒരു ടീം വർക്കായിട്ട് നിന്നുകൊണ്ടായിരിക്കണം അവിടുത്തെ സേവനങ്ങൾ ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് നല്ലൊരു ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. ഒരു പ്രാവശ്യം മാത്രം ആ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്താൽ മതിയോ? ഇല്ല, തുടർച്ചയായിട്ട് കൊടുക്കണം. കൺസിസ്റ്റന്റ് ആയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു കാര്യം പറയാം, നമ്മുടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്നത് കൊണ്ട് നമുക്ക് ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കണ്ടേ? അതിന് കഴിഞ്ഞാലും അവരെന്ത് ചെയ്യണം? ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർ എന്ത് ചെയ്യും? ഈ സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കും. ഇത്ര വർഷങ്ങൾ കൂടുമ്പോൾ പരിഷ്കരിച്ചു കഴിയുമ്പോൾ അവർക്ക് പിന്നെയും റീഅക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവർ ഈ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം?
കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ പിന്നെയും അവർക്ക് ആ ഒരു ക്രെഡിറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അംഗീകാരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അതെന്ത് ചെയ്യും, നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ സ്ഥാപനത്തിന് കിട്ടിയാൽ അവൻ ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് തുടർന്നും പാലിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിനുവേണ്ടി എപ്പോഴും അവിടെ എങ്ങനെയായിരിക്കണം, നല്ലൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് ആയിട്ട് സഹകരണ മനോഭാവത്തോടു കൂടിയുള്ള ഒരു നേതൃത്വമായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ലീഡർഷിപ്പ് ആയിരിക്കണം. തുടർച്ചയായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വങ്ങൾ നൽകണം. അല്ലാതെ ഒരു പ്രാവശ്യം മാത്രമല്ല അത് വേണ്ടത്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അവർക്ക് അതിനുള്ള നേതൃത്വം എന്തിനാ അവർ നല്ല രീതിയിൽ ലീഡ് ചെയ്യുകയും വേണം. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എന്താണ്, ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയായിരുന്നു ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതു വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്രഡിറ്റേഷനിലൂടെ മെച്ചപ്പെടുത്താൻ പറ്റും. രണ്ടാമതായി പറഞ്ഞത് അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും വളരെ സുരക്ഷിതവും കാര്യക്ഷമമായി എന്താണ് തൊഴിൽ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായി പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞത് ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിന്റെ പ്രശസ്തി ഉയരുന്നത് കൊണ്ട് തന്നെ അതിന് മറ്റുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ ചർച്ചകൾ നടത്തി നല്ല നല്ല കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഫാമിലി മെമ്പേഴ്സിനും നല്ല രീതിയിൽ ശ്രദ്ധകൾ കിട്ടും. അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് അവകാശങ്ങൾ മാനിക്കപ്പെടും. അതുപോലെ വേണ്ടി വന്നാൽ പരിചരണ പ്രവർത്തനങ്ങളിൽ അവരെയും കൂടി പങ്കാളികളാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, പഠന വിധേയമാകുന്നതിന് വേണ്ടി നല്ലൊരു തുറന്ന സംസ്കാരം എന്ത് ചെയ്യാം, സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പഠനത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ പോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന നിലവാരമുള്ള ഓരോ പ്രവർത്തനങ്ങളും ആളുകൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു അവസരങ്ങൾ കൊടുക്കാൻ സാധിക്കും. ലാസ്റ്റ് പറഞ്ഞത് ശരിയായ ഒരു നല്ലൊരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ സഹകരണ നേതൃത്വത്തിലൂടെ നല്ല രീതിയിൽ അവിടെ നല്ല ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരു കണ്ടിന്യൂസ് ലീഡർഷിപ്പ് അവർക്ക് എന്തായിരിക്കണം, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് അവരെ ലീഡ് ചെയ്ത് ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുവാനും സഹായിക്കുന്നു. ക്ലിയർ ആണോ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് നമുക്കൊരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് JCA എന്ന് പറയുന്ന സ്ഥാപനം, സെക്കൻഡ് വൺ ആണ് NAB. NAB നിങ്ങൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. JCA എന്ന് പറയുന്നതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അത് ആദ്യം നമുക്ക് നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു JCA ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം പറയുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. നോക്കിയേ, JCA എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സംഘടനയാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് JCA, ദാറ്റ് ഈസ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCA എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. ആൻഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലേറ്റ് 1990s ടു ഒബ്സർവ് ഹോസ്പിറ്റൽസ് ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് എന്താണ്, അത് അവസാനം ഏത് വർഷത്തിന്റെ അവസാനം, 1990കളുടെ അവസാനത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ആശുപത്രികളെ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാനായിട്ട് സ്ഥാപിതമായൊരു സംഘടനയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. 1990കളുടെ അവസാനത്തില് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ നിരീക്ഷിക്കാനായിട്ട് സ്ഥാപിതമായൊരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCA, which is also not for profit and presently accredited facilities in Asia, Europe, the Middle East and South America. ഇനി ഈ JCA എന്ന് പറയുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ്, ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. അതായത് ലാഭത്തിന് വേണ്ടി പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, ലാഭേച്ഛയില്ലാത്ത ഒരു സ്ഥാപനമാണ്. അത് നിലവില് അത് അക്രഡിറ്റേഷൻ ഫെസിലിറ്റീസ് ആണ് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് കൊടുക്കുന്നത്, ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക മുതലായ എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് പ്രസന്റ്ലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, അക്രഡിറ്റേഷൻസ് അംഗീകാരങ്ങൾ നൽകുന്നുണ്ട്. ആൻഡ് അക്കൗണ്ട് ഓഫ് JCA accredited hospitals worldwide as listed on the JCA
JCA website till 2015 shows 820 hospitals in 47 and above countries. ഇനി ഒരു രാജ്യത്തെമ്പാടുമുള്ള ആ ഒരു കണക്ക് പ്രകാരം, അതായത് JCAയുടെ വെബ്സൈറ്റില് 2015 പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു കണക്കാ പറയുന്നത്. രാജ്യത്തെമ്പാടും ഉള്ള JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ എണ്ണം മൊത്തത്തിലാണ് രാജ്യത്തെമ്പാടുമുള്ള JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം 2015 ലിസ്റ്റ് പ്രകാരമാണ് പറയുന്നത്. 820 ഹോസ്പിറ്റലായിരുന്നു. 820 ആശുപത്രികളാണ് മൊത്തം രാജ്യമെമ്പാടും JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. എത്രയായിരുന്നു? 820 ആയിരുന്നു കേട്ടോ. വളരെ കുറച്ച് ഹോസ്പിറ്റലുകൾക്കാണ് ഇവർ കൊടുക്കാറുള്ളത്. അത് എല്ലാവർക്കും ഇവർ എന്ത് ചെയ്യാറില്ല, അക്രഡിറ്റേഷൻ കൊടുക്കാറില്ല കേട്ടോ. 47 and above countries, 47 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള രാജ്യങ്ങളിൽ വെച്ചിട്ട് അതിൽ എല്ലാ രാജ്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തി അവിടെ എത്ര ഹോസ്പിറ്റലുകൾക്കാണ് ഇവര് 2015 വരെ അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്? 820 ഹോസ്പിറ്റലുകൾക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ട് 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അത് എത്ര ഹോസ്പിറ്റലുകളാണ്? ഈ 820 ഹോസ്പിറ്റലുകളില് 21 എണ്ണം എവിടത്തെ ഹോസ്പിറ്റലുകളാണ്? ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളാണ്. ദെൻ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എത്ര ഹോസ്പിറ്റലുകളാണെന്ന് ചോദിച്ചാൽ 21 ഹോസ്പിറ്റലാണ് JCA എന്താണ് അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലുകൾ. ദെൻ JCA സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCA നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് എക്സ്പാൻഡ് ഫോം എന്ന് പറഞ്ഞ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. And it is a US based not for profit accreditation body which sets and address standards for the healthcare providers level of performance in key functional areas like patient rights, patient treatment and infection control. ഇനി എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. JCA എന്ന് പറയുന്നത് ഒരു US based ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ. അതുപോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ലാഭേച്ഛയില്ലാത്ത എന്താ സ്ഥാപനങ്ങൾക്ക്, ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബോഡിയാണ് എന്തെന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ JCA എന്ന് പറയുന്നത്. വിച്ച് സെറ്റ്സ് ആൻഡ് അഡ്രസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കീ ഫങ്ഷണൽ ഏരിയാസ്. ഇവരെന്ത് ചെയ്യുന്നു? ഈ JCAയും അതുപോലെ തന്നെ നമ്മൾ നാബ് പറഞ്ഞതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇവരെന്ത് ചെയ്യും? കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്താണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യുന്നു? ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവർ കൊടുക്കും. ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ ആ ഒരു നിലവാരം, ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലവാരം, ആ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്? എന്തിലുള്ള പ്രകടന നിലവാരമാണ്? ഫങ്ഷണൽ ഏരിയാസ്. ആ ഒരു ഹോസ്പിറ്റലിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ, അതായത് പേഷ്യൻസിന്റെ റൈറ്റ്സ്, പേഷ്യൻസിന്റെ അവകാശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ, അവിടെ മാനിക്കപ്പെടുന്നുണ്ടോ, അതുപോലെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട, ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിഗണിക്കും. അതുപോലെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉള്ള 3 പ്രവർത്തന മേഖലകള്, പേഷ്യൻസിന്റെ റൈറ്റ്സ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഈ 3 ഏരിയാസിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ ആ ഒരു ആശുപത്രിയുടെ പ്രവർത്തന അല്ലെങ്കിൽ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട്, അവർ ഈ പറയുന്ന ഫങ്ഷണൽ ഏരിയാസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, നല്ല പ്രവർത്തനങ്ങളാണോ അവിടെ നടക്കുന്നത് എന്ന ബേസിസിലുള്ള പ്രകടന നിലവാരം പരിശോധിച്ച് ആ സ്റ്റാൻഡേർഡുകൾ അവർ കൃത്യമായി നിറവേറ്റപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? ഈ JCA അക്രഡിറ്റേഷൻ നൽകുന്നു. Then JCA's goal is to improve the quality of healthcare in the international community by giving worldwide accreditation services. ഇനി JCAയുടെ ഗോൾ എന്താണോ അണ്ടർലൈൻ ചെയ്ത് വെച്ച ആ ഒരു സെന്റൻസ്, JCA's goal is to improve the quality of healthcare in the international community by giving worldwide accreditation services. എന്താണ് JCAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണത്തിന്റെ നിലവാരം, അല്ലെ, ആ ഒരു ആരോഗ്യ പരിചരണത്തിന്റെ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണത്തിന്റെ നിലവാരം
മെച്ചപ്പെടുത്തുക. എങ്ങനെയായിരിക്കണം? ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ലെവലില് അല്ലെ, ആ ഒരു അന്താരാഷ്ട്ര ലെവലില് നല്ലൊരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ അല്ലെ, ഒരു ആരോഗ്യ പരിചരണത്തിന്റെ നിലവാരം അല്ലെങ്കിൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന ഗോൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ എന്താ ചെയ്യുന്നത്? ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസുകൾ കൊടുക്കുന്നു. രാജ്യമെമ്പാടും അവർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ സർവീസുകൾ അല്ലെങ്കിൽ അംഗീകാരവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നത് വഴി ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഇന്റർനാഷണൽ ലെവലിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എല്ലാം നൽകിയൊരു അക്രഡിറ്റേഷൻ ഒരു വേൾഡ് വൈഡ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെല്ലാം നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവരിങ്ങനെയുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള എന്താണ് രാജ്യമെമ്പാടും ഇങ്ങനെയുള്ള ഒരു അക്രഡിറ്റേഷൻ സർവീസ് കൊടുക്കുന്നത് വഴി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും നല്ലൊരു ആരോഗ്യ പരിചരണം, ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊന്നും നോക്കി നമ്മള് ഇൻട്രൊഡക്ഷൻ ടു JC എന്താ പറഞ്ഞത്? JC എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. അത് 1990 അവസാനത്തോടുകൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകൾ പോലെയുള്ള സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCA എന്ന് പറയുന്നത്. JCA എന്ന് പറയുന്നത് ഒരു ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനവും കൂടിയാണ്. നിലവിൽ അവര് ഏതൊക്കെ ഫെസിലിറ്റികൾക്കാണ്, ഏതൊക്കെ രാജ്യങ്ങളിലെ ഫെസിലിറ്റികൾക്കാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക മുതലായിടങ്ങൾക്കും അവർ അക്രഡിറ്റേഷൻ സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. JCA എന്ന് പറയുന്നത് ഒരു കണക്ക് പ്രകാരം 2015 അവരുടെ വെബ്സൈറ്റിലെ ലിസ്റ്റ് പ്രകാരം അവിടെ രാജ്യമെമ്പാടും ഈ JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 820 ഹോസ്പിറ്റലുകൾക്കായിരുന്നു. അതിൽ 21 എണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലായിരുന്നു. ഇനി JCAയുടെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ പറഞ്ഞപ്പോൾ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. ഇനി ഇവർ ഇതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ നൽകാനുള്ള ഒരു ലാഭേച്ഛയില്ലാത്തൊരു സ്ഥാപനം കൂടിയാണ് JCA എന്ന് പറയുന്നത്. ഇവരൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കും അല്ലെ, ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ കൊടുക്കും. ആ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ ആ ഒരു സ്ഥാപനം എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു പ്രകടന നിലവാരം അനുസരിച്ചാണ് നമ്മൾ അവർക്ക് അക്രഡിറ്റേഷൻ JCA കൊടുക്കുന്നത്. അതിനുവേണ്ടി അവരെപ്പോഴും ശ്രദ്ധിക്കുന്ന ഇടം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 3 ഫങ്ഷണൽ ഏരിയസ് അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളെയാണ് ഫോക്കസ് ചെയ്യുക. ഒന്നാമത് പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് അവിടെ മാനിക്കപ്പെടുന്നുണ്ടോ. രണ്ടാമത്തത് പേഷ്യൻസിന്റെ ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമതായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ. ഈ 3 പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലെയും ആ ഒരു സ്ഥാപനത്തിന്റെ പ്രകടന നിലവാരം എത്രത്തോളം അതിനനുസരിച്ച് കൃത്യമായിട്ട് ഈ ഒരു കൂട്ടം മാനദണ്ഡങ്ങള് അവര് നിറവേറ്റുന്നുണ്ടോ എന്നതിനനുസരിച്ചാണ് അവർക്ക് ഈ JCA അക്രഡിറ്റേഷൻ നൽകുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് JCAയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതാണ്. JCAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് എങ്ങനെയാണ് ഇവരിങ്ങനെ ഒരു വേൾഡ് വൈഡ് അല്ലെങ്കിൽ രാജ്യമെമ്പാടുമുള്ള ഇങ്ങനെ അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നത് വഴി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സമൂഹത്തില് എന്ത് ചെയ്യണം? നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ പരിചരണം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് JCAയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങള് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നമ്മുടെ JCAയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 21 എണ്ണമാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞില്ലേ. അതിൽ നമുക്ക് കേരളത്തിലാണെങ്കിൽ ഒരു 4 എണ്ണമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 4 എണ്ണം പ്രധാനപ്പെട്ടവ. നാവ് പോലെ എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഇത് കിട്ടില്ല, വളരെ കുറച്ച് 21 എണ്ണ ഇന്ത്യയിലേ ഉള്ളൂ. അപ്പൊ കേരളത്തിൽ അത്രയും കുറവായിരിക്കും അല്ലെ. എന്തൊക്കെയായിരിക്കും കേരളത്തില്? ഏതൊക്കെയായിരിക്കും ഒന്ന് പറയാമോ? ഫസ്റ്റ് വൺ ഏതാണ്? ആസ്റ്റർ മെഡിസിറ്റി കേട്ടിട്ടുണ്ടോ? ആസ്റ്റർ മെഡിസിറ്റി കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതിലുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. ആസ്റ്റർ മെഡിസിറ്റിയിലുണ്ട്. അതുപോലെ രാജഗിരി ഹോസ്പിറ്റൽ,
രാജഗിരി ഹോസ്പിറ്റൽ, അതെ, മീട്ര കാലിക്കറ്റിലുള്ള മീട്ര ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ അഹല്യ ഐ ഹോസ്പിറ്റൽ, പാലക്കാടുള്ള അഹല്യ ഐ ഹോസ്പിറ്റലുകൾക്കും ഉണ്ട്. അങ്ങനെ ഒരു 4 എണ്ണത്തിന്റെയാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്. അതുപോലെ പുറത്ത് ഇന്റർനാഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റലാണ്. നമ്മുടെ കേരളത്തിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് കേട്ടോ, ചെന്നൈയിലൊക്കെ അപ്പോളോ ഹോസ്പിറ്റലല്ലേ, അവിടെയാണ് കൂടുതലായിട്ട് ഈ JCI. എല്ലാ സ്ഥാപനങ്ങൾക്കും JCIയുടെ അക്രഡിറ്റേഷൻ കിട്ടില്ല, ഒരു ഇന്റർനാഷണൽ ലെവലിൽ കിട്ടുന്ന അംഗീകാരമാണ്. അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ പാലിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന 4 ഹോസ്പിറ്റലുകളാണ് പ്രധാനമായിട്ടും JCI അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ മിസ്. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നമുക്ക് JCIയുടെ ബാക്കിയുള്ള ഭാഗം കണ്ടിന്യൂ ചെയ്യാം. Okay. JCI stands would take us to improve patient care, safety and path of continuous quality improvement. എന്താ ഈ JCIയുടെ മാനദണ്ഡങ്ങൾ? JCI നമ്മൾ പറഞ്ഞു ഓൾറെഡി അവിടെ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഈ മാനദണ്ഡങ്ങൾ വഴി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? മാനദണ്ഡങ്ങൾ നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? would take us to improved patient care അല്ലെ. ശരിയായ രീതിയിൽ ഈ JCI പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അല്ലെ, പാലിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ്ഡ് പേഷ്യന്റ് കെയർ, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളെ മെച്ചപ്പെടുത്താൻ പറ്റും അല്ലെ. ആൻഡ് സേഫ്റ്റി ആൻഡ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതുപോലെ സുരക്ഷ അല്ലെ, അവരുടെ സുരക്ഷ മെച്ചപ്പെടുത്താൻ പറ്റും, അവർക്ക് കൊടുക്കുന്ന കെയർ മെച്ചപ്പെടുത്താൻ പറ്റും. ആൻഡ് പാത്ത് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് തുടർച്ചയായ ഗുണനിലവാരം മെച്ചപ്പെടുത്തലും നടക്കുന്നു. ഇവിടെ JCI ഒരു പ്രാവശ്യം നമ്മൾ അംഗീകാരം കിട്ടിയെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നു? അവർ സ്റ്റാൻഡേർഡ്സ് ഇടയ്ക്കിടയ്ക്ക് പരിഷ്കരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കുന്നതിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അവരെന്ത് ചെയ്യണം? ഇവിടെ പാലിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒരു തുടർച്ചയായ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് വഴി സാധിക്കുന്നു. ശരിയായ രീതിയിൽ JCIയുടെ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. തുടർച്ചയായിട്ട് നമുക്ക് അവിടെ ഗുണനിലവാരം എന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെടുത്താൻ സാധിക്കും. പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിലാണെങ്കിലും സേഫ്റ്റിയിലാണെങ്കിലും ഒക്കെ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം ഈ JCIയുടെ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നതിലൂടെ കിട്ടുന്നു. Then next നോക്കിയേ, this would strengthen patient third party and ensure confidence and would provide us a competitive edge. ഇനി എന്താ? ഇങ്ങനെ ഒരു JCI അക്രഡിറ്റേഷൻ കിട്ടി എന്നതുകൊണ്ട് ആർക്കൊക്കെയാണ് ആരുടെയൊക്കെ ആത്മശക്തിയാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്? അവിടെയുള്ള വരുന്ന പേഷ്യൻസിന് അല്ലെ. അവർക്ക് കുറച്ചുകൂടി ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം അല്ലെ, നമുക്കൊരു കുറച്ചുകൂടി വിശ്വാസം തോന്നില്ലേ ഒരു നോർമൽ ഹോസ്പിറ്റലിലേക്കാണ്? കാരണം എന്താ? അവർക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നത് അവർ ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചത് കൊണ്ടാണ് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിലും അതുപോലെ തന്നെ പേഷ്യൻസ്, അവിടെ വരുന്ന പേഷ്യൻസിന്, അതുപോലെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട മറ്റ് എക്സ്റ്റേണൽ ഏജൻസികൾക്ക്, തേർഡ് പാർട്ടി എന്ന് പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസോ ഏജൻസികളോ ഒക്കെയാണ്, അവർക്കാണെങ്കിലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് അല്ലെ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ഈ JCI അക്രഡിറ്റേഷൻ വഴി സാധിക്കും. And would provide us a competitive edge. എന്താ? മത്സരാധിഷ്ഠിത നേട്ടം നൽകുകയും ചെയ്യുന്നു അല്ലെ. സാധാരണ ഒരു ഹോസ്പിറ്റൽ കോമ്പറ്റീറ്റീവ് ആയിരുന്ന ഒരു ഹോസ്പിറ്റലുകൾ ഉണ്ടാവല്ലോ. ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും അവിടെ കോമ്പറ്റീഷൻസ് ഉണ്ടാവും അല്ലെ, എതിരാളികൾ ഉണ്ടാവും. ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹോസ്പിറ്റലിന് ഇങ്ങനെ അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു മത്സരാധിഷ്ഠിതമായ ഒരു നേട്ടമല്ലേ അല്ലെ. മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു നേട്ടമല്ലേ ഈ ഒരു ഹോസ്പിറ്റലിലെ. അവിടെ ആ ഒരു കോമ്പറ്റീഷൻ ഫീൽഡില് ഇവരുടെ വാല്യൂ എന്തായി കൂടാനും സാധിക്കുന്നു. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ എന്താ? JCI accreditation is the gold standard for quality since it reflects the provision of the highest level of patient care and patient safety. ഇനി JCI accreditation കിട്ടുക എന്ന് പറയുന്നത് ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മയുടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന്. എന്താ? ഒരു സുവർണ നിലവാരമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയ്ക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ ആണ് JCI accreditation എന്ന് പറയുന്നത്. അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി, ഗുണനിലവാരത്തിനുള്ള ഒരു സുവർണ
നിലവാരമാണ് JCI അക്രഡിറ്റേഷൻ. അങ്ങനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരു സുവർണ നിലവാരം ഗുണമേന്മ കിട്ടി എന്നതുകൊണ്ട് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? അതെന്താണ് പ്രതിഫലിപ്പിക്കുന്നതാണ്? പ്രൊവിഷൻ ഓഫ് ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, അല്ലെ? നല്ല ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണത്തെയും രോഗി സുരക്ഷയെയും പ്രതിദാനം ചെയ്യുന്നതാണ് ഈ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 3 പോയിന്റ്സ് ആണ് നമ്മൾ അനൗൺസ്ഡ് JCIയുടെ പറഞ്ഞത്. JCI സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം, സേഫ്റ്റി മുതലായ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കും, അല്ലെ? രണ്ടാമതായി നമ്മൾ പറഞ്ഞത് പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. തുടർച്ചയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് ദിസ് ഗുഡ് സ്ട്രെങ്തൻ പേഷ്യന്റ് തേർഡ് പാർട്ടി ആൻഡ് ഇൻഷുറർ കോൺഫിഡൻസ്. നമ്മുടെ വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആവാം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് തേർഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഷുറേഴ്സ് മുതലായ ആളുകളുടെ ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ഈ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കാനും ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ആ ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു ആശുപത്രിയുടെ പബ്ലിക് ഇമേജ് കൂട്ടാനും അതിനനുസരിച്ച് അവർക്ക് കുറച്ചും കൂടി ആ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചും കൂടി മികച്ച രീതിയിൽ ഉയർന്നു വരാനും അതൊരു മത്സരാധിഷ്ഠിത നേട്ടം തന്നെയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഗുണനിലവാരത്തിനുള്ളൊരു സുവർണ നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയുന്നത് JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു JCI അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് കിട്ടി എന്നുള്ളതാണ്. അത് എന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? പ്രൊവിഷൻ ഓഫ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണത്തിനെയും രോഗി സുരക്ഷയുമാണ് അത് എന്ത് ചെയ്യുന്നത്? പ്രതിഫലിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ലാസ്റ്റ് 3 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് JCI നാക്കോട്ടെ. അവിടെ JCL എന്നാ കിടക്കുന്നത്. JCI അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് 8 ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ നൽകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയാ ഒരു 8 എണ്ണം. ഫസ്റ്റ് വൺ അറിയാലോ നമുക്ക്, അല്ലെ? സിമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് എന്താന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാ. ഒന്നാമത്തെ ഏത് തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമിനാണ്? സാധാ ഹോസ്പിറ്റലുകൾ, അല്ലെ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹോസ്പിറ്റലുകൾക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിൽ എന്ത് ചെയ്യുന്നു? ഇവര് അംഗീകാരം നൽകുന്നുണ്ട്, ഇല്ലേ? സെക്കൻഡ് വൺ ആണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ. അതെന്തായിരിക്കും അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ? അറിയോ എന്താണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്? നിങ്ങൾ കേൾക്കാത്ത കാര്യമൊന്നുമല്ല. വെരി ഗുഡ്. മെഡിക്കൽ കോളേജുകൾ, അല്ലെ? ഇപ്പൊ നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റൽ തന്നെയാണത്, അല്ലെ? എന്നാൽ അതെങ്ങനെയാണ്? അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതൊരു മെഡിക്കൽ സ്കൂളാണ്, അല്ലെ? മെഡിക്കൽ സ്കൂളാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻസ്, റിസർച്ച് മുതലായവ കണ്ടക്ട് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ളത്, അതിനെയാണ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇവര് അംഗീകാരം നൽകാറുണ്ട്. മൂന്നാമതായിട്ട് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ്, അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നമ്മളവിടെ വിത്തൗട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആണ്, അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒന്നും എടുക്കാതെ തന്നെ അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ കൊടുക്കുന്നു. ഒരു ഡോക്ടേഴ്സിന്റെ ഓഫീസ് ആവാം, ക്ലിനിക്സ് ആവാം മുതലായ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾക്കും ഇവർ എന്ത് ചെയ്യാറുണ്ട്? അക്രഡിറ്റേഷൻ നൽകാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലിനിക്കൽ ലബോറട്ടറികൾ, അല്ലെ? ലാബുകൾ. നമ്മുടെ ലബോറട്ടറീസ് അല്ലെങ്കിൽ ലാബുകളിൽ നല്ല സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഇവർ പറയുന്നത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കും അവർ അക്രഡിറ്റേഷൻ JCI നൽകാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഹോം കെയർ ഫെസിലിറ്റി, അല്ലെ? നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെ? ഹോം കെയർ ഫെസിലിറ്റി ഒക്കെ, അല്ലെ? ഹോം കെയർ ഫെസിലിറ്റി എന്താണെന്ന് മിസ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? അതോ മറന്നുപോയാ? എന്താണ് ഒരു ഹോം കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞ? അവരെവിടെ തന്നെ സ്റ്റേ ചെയ്താൽ നമ്മളെ കെയർ കൊടുക്കുന്നേ?
എവിടെ തന്നെ അവരെ സ്റ്റേ ചെയ്യിച്ചാൽ നമ്മൾ കെയർ കൊടുക്കുന്നത്? അവരുടെ വീട്ടിൽ തന്നെ, അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു? അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാല്ല അല്ലെ, അവരുടേതായ ഹോമിൽ തന്നെ, വീടുകളിൽ തന്നെ താമസിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതാണ് ഹോം കെയർ ഫെസിലിറ്റികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സേവനങ്ങൾക്ക്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കും ഇവരെന്ത് ചെയ്യാറുണ്ട്? അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ദെൻ 6th വൺ ആണ് ലോങ് ടേം കെയർ ഫെസിലിറ്റി. ദീർഘകാല പരിചരണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അത് ഏതൊക്കെയാവാം? റിട്ടയർമെന്റ് ഹോം ആവാം, അഡൾട്ട് ഹോംസ് ആവാം അല്ലെ, അതിപ്പോ പാലിയേറ്റീവ് കെയറുകളാവാം, നഴ്സിംഗ് ഹോംസ് ആവാം. ഇവയെല്ലാം ഒരു ലോങ് ടേം കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ അവർക്ക് ഇവര് അക്രഡിറ്റേഷൻ നൽകാറുണ്ട്. 7th വൺ ആണ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് അല്ലെ. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് ഇപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കൊടുക്കുന്ന സ്ഥാപനങ്ങളില്ലേ? എയർ ആംബുലൻസുകളാവാം, അല്ലാതെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സഹായിക്കുന്ന സ്ഥാപനങ്ങളില്ലേ? പേഷ്യൻസിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സഹായിക്കുന്ന അങ്ങനെയുള്ള സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കാണ് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എയർ ആംബുലൻസ് സാധാരണ നമ്മൾ നോർമൽ ആയിട്ട് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഫെസിലിറ്റികളുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സംഘടനകൾക്ക് ഇവർ എന്ത് ചെയ്യാറുണ്ട്? അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ലാസ്റ്റ് വൺ ആണ് പ്രൈമറി കെയർ സെന്റർ. അതേതായിരിക്കും? പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾ, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് മുതലായ ഇടങ്ങൾക്കും ഇവർ എന്ത് ചെയ്യാറുണ്ട്? JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCA അക്രഡിറ്റേഷൻ നൽകുന്നത്. അത് ഏതാണെന്ന് ഫസ്റ്റ് വൺ ആണ് ഹോസ്പിറ്റലുകൾ, സെക്കൻഡ് വൺ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, തേർഡ് വൺ ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി, ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോം കെയർ ഫെസിലിറ്റി, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്, പ്രൈമറി കെയർ സെന്ററുകൾ. ക്ലിയർ ആണോ ആയിട്ടെണ്ണം? ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേരുകൾ എന്താന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ JCAയുടെ ഒരു 5th എഡിഷൻ. ഇവര് പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യും ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ JCAയുടെ 5th എഡിഷൻ അല്ലെങ്കിൽ പതിപ്പിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ അത് മാത്രം ഒരു എക്സാമ്പിൾ പോലെ തന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആ 4 സെക്ഷൻസ് പറയുന്നുണ്ട്. ആ 4 സെക്ഷൻസും എന്തിനെ കുറിച്ചുള്ളതാണ് അല്ലെങ്കിൽ എന്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് 4 സെക്ഷൻസ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതിനുള്ളിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെയൊക്കെ എക്സ്പാൻഡഡ് ഫോമോ ഷോർട്ട് ഫോംസും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഓരോ ചാപ്റ്റർ ആണ്, ഓരോ സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ വരുന്നുണ്ട്. അത് മുഴുവൻ നമ്മൾ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അധികം പഠിക്കാൻ തന്നിട്ടില്ല. ജസ്റ്റ് ആ ഒരു എക്സ്പാൻഡഡ് ഫോമോ ഷോർട്ട് ഫോമും പഠിച്ചു വെക്കുക. ഇനി വരുന്ന 4 സെക്ഷൻസ് എന്താണെന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആ 4 സെക്ഷൻസും ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് നോക്കാം. നോക്കി, JCAയുടെ 5th എഡിഷൻ എന്ന് പറയുന്നത് അത് എഫക്റ്റീവ് ഫ്രം 1st April 2014. JCAയുടെ 5th എഡിഷൻ അല്ലെങ്കിൽ ആ ഒരു പതിപ്പ് വന്നിരിക്കുന്നത് അത് പ്രാബല്യത്തിൽ വന്നത് 1st April 2014 അത് പ്രാബല്യത്തിൽ വന്നത്. ഇതില് 4 സെക്ഷൻസ് ആണുള്ളത്. 4 സെക്ഷൻസ് ആണുള്ളത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ആൻഡ് സെക്ഷൻ 4. 4 സെക്ഷൻ ആയിട്ടാണ് ഈ എഡിഷൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ ഒരു 4 സെക്ഷന്റെ ഉള്ളിലും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മള് മോഡ്യൂൾ വൈസ് ആയിട്ട് കിട്ടുക. അത് എന്താണെന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാവില്ല. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിപ്പോ മോഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചിട്ടില്ലേ ഓരോ ചാപ്റ്റേഴ്സ്? ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ, ഫസ്റ്റ് പേപ്പർ വൈസ് ആയിട്ട് ഇപ്പൊ 4 പേപ്പർ ആയിട്ട് തിരിച്ചിട്ടില്ലേ? എനിക്കിപ്പോ എക്സാമിന് പ്രസന്റ് എങ്ങനെയില്ലേ 4 പേപ്പർ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ആ 4 പേപ്പറിനെ നിങ്ങൾ 4 സെക്ഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ഒന്ന് മൈൻഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത് കേട്ടോ. 4 പേപ്പർ ആയിട്ട് നിങ്ങൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ 4 സെക്ഷൻ ആയിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ എങ്ങനെയാ? നിങ്ങൾ ഫസ്റ്റ് പേപ്പറിന്റെ താഴെ ഒരുപാട് ചാപ്റ്റർ വന്നില്ലേ? സെക്കൻഡ് പേപ്പറിന്റെ കീഴിൽ ഒരുപാട് ചാപ്റ്റർ വന്നില്ലേ? വരുന്നില്ലേ? അതുപോലെ തന്നെ ഈ ഓരോ സെക്ഷന്റെയും കീഴില് ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അതിനെയും ചാപ്റ്റർ എന്ന് തന്നെയാ പറയുന്നത് കേട്ടോ. ഓരോ സെക്ഷന്റെയും കീഴില് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ, കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ കീഴിലാണ് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ്സ് വരുന്നത്.
ആ ഒരു ഓർഡർ കിട്ടിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയാ മിസ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താണ്, ഒരു 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ 4 സെക്ഷന്റെയും കീഴിലായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഈ ഓരോ ചാപ്റ്ററിന്റെയും ഉള്ളിലാണ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓരോ ചാപ്റ്ററിന്റെയും ഉള്ളിലാണ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഇത്രയും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? കണക്ഷൻ ഒന്ന് ക്ലിയർ ആയോ? ഫസ്റ്റ് എന്താണ്, 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ 4 സെക്ഷന്റെയും കീഴിലായിട്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആ ചാപ്റ്ററിന്റെ ഓരോ ചാപ്റ്ററിന്റെയും ഉള്ളിലാണ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിരിക്കുന്നത്, മാനദണ്ഡങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ്സ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ മാർക്ക് ഇടണം അല്ലെ? ഇവരെന്താണ് സ്റ്റാൻഡേർഡ്സ് കൊടുത്തു, അതിന്റെ നിലവാരം അനുസരിച്ച് മാർക്ക് സ്കോർ കൊടുക്കുന്നതിലൂടെയല്ലേ അവർ അക്രഡിറ്റേഷൻ നൽകുന്നത്. അവർക്ക് സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അവർക്ക് മാർക്ക് കൊടുക്കണമെങ്കിൽ സ്റ്റാൻഡേർഡിനുള്ളിൽ എന്ത് നോക്കണം? സ്റ്റാൻഡേർഡിനുള്ളിലുള്ള എന്ത് നോക്കണം? മെഷറബിൾ എലമെന്റ്സ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർഡർ ആയിട്ട് പഠിക്കണം. എന്താണ്, അല്ലെങ്കിൽ എനിക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൽ നിന്നും അങ്ങനെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. മിസ് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. എന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 പേപ്പർ ആയിട്ട് തിരിച്ച് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് തരാറില്ലേ? അതുപോലെ തന്നെ 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ച് ഇവരെന്ത് ചെയ്യുന്നു, അതിനുള്ളിൽ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഓരോ സെക്ഷന്റെയും കീഴിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഓരോ ചാപ്റ്ററിന്റെയും ഉള്ളിൽ എന്തുണ്ട്? സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ സ്റ്റാൻഡേർഡ്സ് കൃത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്തിടണമെങ്കിൽ എന്ത് വേണം? അതിനുള്ളിലുള്ള മെഷറബിൾ എലമെന്റ്സ് നോക്കണം. ഇത്രയും ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എന്താണെന്നുള്ളത്? ഒന്നുകൂടി കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഓക്കെ. സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ളതാ? ഇൻക്ലൂഡ്സ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്, APR. അതിനെയൊക്കെ എക്സ്പാൻഡഡ് ഫോമുകളും ഷോർട്ട് ഫോമുകളുമാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. നോക്കിയേ, സെക്ഷൻ 1, സെക്ഷൻ 2 അത് രണ്ടും എന്തിനെ കുറിച്ചുള്ളതാണ്? സെക്ഷൻ 1 എന്തിനെ കുറിച്ചുള്ളതാ? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ്. അതായത് അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ഇപ്പൊ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ സ്ഥാപനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് സെക്ഷൻ 1 വരുന്നത്. എന്താണ്? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ APR എന്ന് പറഞ്ഞാൽ എന്താ? അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അതൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതാണ് സെക്ഷൻ 1 വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആയാലേ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ നോക്കിയേ, സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, രോഗിയെ കേന്ദ്രീകരിച്ചുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത് കേട്ടോ. സെക്ഷൻ 2 പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആണ്, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. ഇനി സെക്ഷൻ 2 വരുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ക്ലിയർ ആവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു, അതിന് കീഴില് ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെ? ആ ഒരു സെക്ഷൻ 2 കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓരോ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനുള്ളിലായിരിക്കും എന്തുള്ളത്? ഈ ഓരോ ചാപ്റ്ററിന്റെയും ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്റ്റാൻഡേർഡ്സ് അല്ലെ? മാനദണ്ഡങ്ങളായിരിക്കും, സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. ഈ സ്റ്റാൻഡേർഡ്സ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിനവിടെ മെഷറബിൾ എലമെന്റ്സ് നമ്മൾ നോക്കും. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നിങ്ങളിപ്പോ നോക്കിയേ, സെക്ഷൻ 2 വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? IPSG. എന്താണ് IPSG? ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഒന്ന് എഴുതി വെച്ചേ, ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ. ഓക്കെ, പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം പേഷ്യൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് ആണ്, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു സെക്ഷൻ 2 വരുന്നത്, മാനദണ്ഡങ്ങൾ. അപ്പൊ അതിന് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. IPSG എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്, അതിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ACC എന്ന് പറയുന്നത് എന്താ? അസസ് ടു
കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അല്ലെ? ആ ഒരു കെയർ അല്ലെങ്കിൽ ആ ഒരു പരിചരണത്തിലേക്കുള്ള പ്രവേശനവും തുടർച്ചയും, പേഷ്യന്റിന്റെ പരിചരണത്തിലേക്കുള്ള പ്രവേശനവും കണ്ടിന്യൂറ്റിയും തുടർച്ചയുമാണ് ACC, അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഓരോ ചാപ്റ്ററുകളാണ് കേട്ടത്. ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നത്, ഒന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കി വെക്കാം. ACC എന്താണെന്ന് ചോദിച്ചാൽ അതിന് എക്സ്പാൻഡ് ഫോം എഴുതാൻ അറിയാം. ആൻഡ് PFR, എന്താണ് PFR? പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, പേഷ്യൻസും അവരുടെ ഫാമിലീസിന്റെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. AOP, അസസ്മെന്റ് ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Then COP, കെയർ ഓഫ് പേഷ്യൻസ് ആംബുലൻസറി, അവർക്ക് കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. Then ASC, എന്താണ്? അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയർ, അനസ്തേഷ്യ ആൻഡ് സർജിക്കൽ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്, അതൊന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു കേട്ടോ MMU. Okay, MMU, മെഡിക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് യൂസ്. Then PFP, എന്താണ്? പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ, പേഷ്യൻസും ഫാമിലിയുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണമാണ്. അതുപോലെ തന്നെ PFE ഉണ്ട്, PFR ഉണ്ട്. PFR എന്ന് പറയുന്നത് പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് എന്തിൽ വരുന്നതാണ്? സെക്ഷൻ 2 വരുന്ന ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് മിസ് പറഞ്ഞു. സെക്ഷൻ 1 4 സെക്ഷൻസ് ആണ് തിരിച്ചിരിക്കുന്നു എന്ന് അറിയണം. അതിൽ സെക്ഷൻ 1 എന്തിനെ കുറിച്ചുള്ളതാണ്? അക്രഡിറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ, റിക്വയർമെന്റ്സ്. ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ സ്ഥാപനം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 2 വരുന്നത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 2 വരുന്നത്. ആ സെക്ഷൻ 2 ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചാപ്റ്റേഴ്സിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? അത്രയും ഭാഗം ഓക്കെ ആണോ? Okay. Then section 3 എന്താണെന്ന് നോക്കിയേ. കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ആ ഒരു സ്ഥാപനം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് ആയി ബന്ധപ്പെട്ട മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 3. സെക്ഷൻ 2 എന്തായിരുന്നു? പേഷ്യന്റ് സെന്റേർഡ് ആയിരുന്നു. പേഷ്യൻസിന്റെ പേഷ്യൻസ് അല്ലെങ്കിൽ രോഗിയെ കേന്ദ്രീകരിച്ചത് ബന്ധമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ സെക്ഷൻ 3 എന്താ പറയുക? 3 ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞേ? QPS, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. PCI, prevention and control of infections laboratory. Then GLD, governance, leadership and direction. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നേതൃത്വം, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ. ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് അക്കാഡമിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് FMS എന്താ? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. നെക്സ്റ്റ് വരുന്നത് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ SQE, സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ലാസ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOI, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ, MOI. അതിൽ ഇമ്പോർട്ടന്റ് QPS ചോദിക്കാറുണ്ട് കേട്ടോ. QPS ചോദിച്ചു കണ്ടിട്ടുണ്ട്. QPS അപ്പൊ ഓരോന്നിലും 2-3 ഇതൊന്നും നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതില് MMU ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ PFE ചോദിക്കാറുണ്ട്. അതുപോലെ PFR, ഇത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആകരുത് കേട്ടോ. PFR എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ആണ്. PFE എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. അത് രണ്ടും ചോദിക്കാറുണ്ട്. സെക്ഷൻ 3 ചോദിച്ചു കണ്ടിരിക്കുന്ന ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അതുപോലെ തന്നെ FMS ചോദിച്ചിട്ടുണ്ട് കേട്ടോ. FMS, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി കേട്ടോ. ഇത്രയും കാര്യങ്ങള് സെക്ഷൻ 3 വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 3 വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay.
സെക്ഷൻ 4 വരുന്നത് ഇൻക്ലൂഡ് അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താ അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് നമ്മൾ പറഞ്ഞില്ലേ, മെഡിക്കൽ കോളേജ് പോലെയുള്ളവ, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചുകളൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, മെഡിക്കൽ സ്കൂളുകളുള്ള ഹോസ്പിറ്റലുകൾ, അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 വരുന്നത്. അതിൽ രണ്ടെണ്ണമാണ് ചാപ്റ്റർ ഉള്ളത്. ഫസ്റ്റ് വൺ മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ, MPE. അത് രണ്ടും നോക്കിക്കോട്ടോ. MPE മെഡിക്കൽ പ്രൊഫഷൻ എഡ്യൂക്കേഷൻ. സെക്കൻഡ് വൺ ആണ് HRP, എന്താ ഹ്യൂമൻ സബ്ജക്ട് റിസർച്ച് പ്രോഗ്രാം, റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ ആകട്ടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, അങ്ങനെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സെക്ഷൻ 4 ഉള്ളത്. അക്കാഡമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകളുടെ മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 4 ഉള്ളത്. ക്ലിയർ ആണോ? ആ ഒരു 4 സെക്ഷനും പറഞ്ഞത് ഓക്കെയാണോ? അതിൽ 4 സെക്ഷൻസും എന്തിനു എവിടത്തെ സ്റ്റാൻഡേർഡ്സ് ആണെന്നുള്ളത് അറിയണം. അതുപോലെ അതിന് കീഴിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മിസ് പറഞ്ഞതിലെ 2-3 എണ്ണം വീതം ഒന്നും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചാലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളെ ലാബ് പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെയുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആ 4 സെക്ഷൻസും എന്ത് സ്റ്റാൻഡേർഡ്സ് ആണ് അതിനുള്ളിൽ വരുന്നത്, എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നും പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? വായിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.